ഇവിടെ വന്നത് എനിക്ക് തലവേദന അസുഖമുണ്ട്. തലവേദന വിട്ടുമാറാത്തൊരു വല്ലാത്ത തലവേദന. പിന്നെ ജലദോഷം വിട്ടുമാറില്ല. വന്നു കഴിഞ്ഞാൽ മാറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പ്രകൃതിന്റെ വഴി പോയതുകൊണ്ട് ഇപ്പൊ പഴയ പോലെ മരുന്നുകളൊന്നും കഴിക്കില്ല. 3-4 വർഷമായി മരുന്നൊന്നും കഴിക്കാറില്ല. അപ്പൊ ഇത് ഇവരറിഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്നതാണ്. അപ്പൊ ഇവിടെ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പേ ഇവിടെ പൊളിച്ചൊക്കെ 5:30 മണിക്ക് ഇവിടെ എത്തി. രാവിലെയാണ് ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ദൂരെ നിന്ന് രാവിലെ ഇവിടെ എത്തി. എന്നിട്ട് കണ്ണൂർ ടൗണിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് അതിന്റെ ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിരുന്നു. പിന്നെ ഇവിടെ വന്നു വൈദ്യുത ട്രീറ്റ്മെന്റ് നസ്യം മുക്കി വെച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി 2-3 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നീട് ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പക്ഷെ തലവേദന അതിന്റെ വർക്കിന്റെ അവസ്ഥയല്ല. അതിന് വേറെ അല്പം എനിക്ക് എന്താന്ന് വെച്ചാൽ എനിക്ക് മൂത്രമൊഴിക്കുമ്പോ ഇങ്ങനെ മുറ്റ ഓടണം പെട്ടെന്ന്. അതായത് ഒരു മൂത്രമൊഴിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഈ മരുന്ന് എഫക്ട് ചെയ്തത് അതിനാണ് എഫക്ട് ചെയ്തത് പ്രകടമായിട്ട്. അതുപോലെ അതൊരു പ്രശ്നമായിട്ട് ഞാൻ ഉണ്ടെങ്കിൽ കൂടിയും ഞാൻ വന്ന് ഈ ഉദ്ദേശത്തിലാണ് വന്നത്. പക്ഷെ അതിലും വലിയ സംഭവം അതാണ് നടന്നത്. ചെറിയ ദിവസം കൊണ്ട് അതങ്ങ് വളരെ അത്ഭുതം അതുണ്ട്. അപ്പോ നമ്മളിങ്ങനെ ഓരോ ചികിത്സ സത്യത്തോടെ പഠിക്കുന്ന ആളായതുകൊണ്ട് വന്നത് ഉദ്ദേശമുള്ളതാണെങ്കിൽ ലക്ഷ്യം വേറെയാ. അത് വലിയ സന്തോഷമുണ്ട്. അത് ഞാൻ വിളിച്ച് പറഞ്ഞ് ആദ്യം പറഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് പൂർണ്ണമായത് ആദ്യത്തെ തോന്നലുകളാണോ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. നസ്യം മാത്രം ചെയ്തിട്ടുള്ളൂ. ഉള്ളും കഴിച്ചത് വേറെ ഇതാകേണ്ട ഒരു ചെറിയ ഗുളിക ഉണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെ അതും കഴിഞ്ഞ് അങ്ങനെയുള്ള. പിന്നെ എനിക്ക് വെരിക്കോസിന്റെ അസുഖമുണ്ട്. അത് ഞാൻ അന്നേരം സൂചിപ്പിച്ചിരുന്നു. ഞാൻ പറയാം ഇതിന്റെ ഒരു ഫലം കണ്ടിട്ട് നമുക്ക് നമ്മളതില്ല. കാരണം ഇതിൽ ഇവർക്കൊന്നും വിശ്വാസത്തിലൊന്നും കാര്യത്തിലില്ല. കാരണം ഞാൻ വെരിക്കോസിന് 100 കണക്കത്ത് പോയി. എത്ര ഇത് എന്തായിരുന്നു പിന്നെ ഇതുകൊണ്ട് മാറി പറയാൻ ഗുണങ്ങൾ വന്നു വെച്ചാല് ശരീരമുള്ള ഒരു ഫ്രീ ആയി. ഇപ്പൊ നടുവേദന പോലത്തെ ഒരു നീര് ഇറങ്ങുന്ന അവസ്ഥയിലുണ്ട്. അതിനുള്ള ചെറിയ കുറവ് ഇങ്ങനെ വന്ന പോലെ തോന്നുന്നു. അത് കുറച്ച് എന്നുകൊണ്ട് തോന്നുന്നു. ഞാൻ യോഗയെല്ലാം ചെയ്യും. പക്ഷെ എന്നാൽ യോഗയെല്ലാം ചെയ്യുമ്പോൾ ഇല്ല, നടുവേദന മാറിയെന്നല്ല പറയുന്നത്. പക്ഷെ നടുവേദന അത്ര പ്രശ്നം ഇതിലല്ല. അപ്പൊ ഞാൻ ഈ രാവിലെ ഇതെല്ലാം പ്രാണായാമം എടുക്കും. പക്ഷെ പ്രാണായാമം ചെയ്യാൻ പറ്റൂല. കാരണം വെച്ചാല് ഒരു സാധ അടച്ച പോലെ പെട്ടെന്ന് ഒരു അസ്വസ്ഥം ഒരു കഴിയാത്ത പോലെ. എന്നാലും ഞാൻ ചെയ്യാൻ ശ്രമിക്കും. എന്നാലും പൂർണ്ണമായിട്ട് അടച്ചത്. പക്ഷെ ഇത് സംഭവിച്ച ശേഷം ഈ പ്രാണായാമം നല്ലവണ്ണം ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്യാൻ പറ്റാതെ ഈ വന്ന് മത്സ്യത്തിന് ശേഷം പിന്നെ വജ്രാസനത്തിൽ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമായിരിക്കും. ഈ കാലം വിവിധമുള്ളതുകൊണ്ട് അതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പൊ ഞാൻ അതല്ല ഇതിപ്പോ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല സുഖം. ഞാനെല്ലാം സ്പോർട്സ് സ്കൂളിൽ PT ഉഷ പഠിച്ച സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ ഒരുമിച്ചാ പഠിച്ച കണ്ണൂർ സ്പോർട്സ് സ്കൂളില്. ഞാൻ PT ഉഷ ഒരേ ബാച്ചാ. DP സത്യ സ്പോർട്സ് ആണ്. എന്റെ അച്ഛൻ ജിമ്മെല്ലാം ഉണ്ട്. ജിംനേഷ്യം കുരുക്കണം. റെസ്ലിംഗിന്റെ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ജിമ്മ് ആര്യബന്ധു ജിംനേഷ്യം ഉണ്ട് കണ്ണൂരിലുള്ള. ഇപ്പൊ അതുണ്ട്. അത് 1945 സ്ഥാപിതമായതാണ്. നമ്മളെ അങ്ങനെ വീട്ടന്മാർ ഇങ്ങനെ അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പൊ അതെല്ലാം കായികമായിട്ട് നമ്മളെ മദ്യപാനം ഇതൊന്നും മദ്യപിടിക്കാൻ ദൈവത്തിനെ പോലും ഇഷ്ടമല്ല നമുക്ക്. അത് മുത്തപ്പന്റെ അതിനെപ്പോഴും നമുക്ക് അങ്ങനെയുള്ള ജീവിതം. പക്ഷെ എന്നാലും യോഗ നമ്മൾ അപ്പൊ പ്രകൃതിയിലാണ് ഇപ്പോൾ ഉള്ളത് കൊണ്ട് കുറെ മാറ്റങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു ഇതിനു വേണ്ടി ഇവിടെ വന്നാലും വലിയൊരു സാധനമല്ല. നമ്മൾ കുറെ ആളെ അയച്ചിട്ടുണ്ട്. ഇന്നലെ കണ്ട കുറച്ച് ആൾക്കാർ നോക്കി ഇവിടെ വരുന്നതാണ്. ഈ ഒരു കാര്യം പറഞ്ഞാൽ ആർക്കും അത്ഭുതം.